ഇന്ന് നമുക്ക് വളരെ പെട്ടെന്നൊരു ലഞ്ച് റെഡിയാക്കിയെടുക്കാം. എല്ലാം കൂടെ ഒരു 10-15 മിനിറ്റിനകം റെഡിയാക്കിയെടുക്കാൻ പറ്റും. ഒരു മോര് കറിയും ഒരു പൊട്ടാറ്റോ ഫ്രൈയും പെട്ടെന്ന് ചെയ്തെടുക്കാം. ആദ്യം നമുക്കൊരു മോര് കറി റെഡിയാക്കിയെടുക്കാം. അതിനായി ഞാൻ അധികം പുളിയില്ലാത്ത തൈര് ഉടച്ച് ഒരു 1.5 കപ്പ് മോരാക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുത്ത് വയ്ക്കുക. ഇനി ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് നല്ലവണ്ണം പൊട്ടിയാലുടൻ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം അതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു 1/2 ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഒരു 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഒരു പകുതി സവാള അതും ചെറുതായി അരിഞ്ഞത് എല്ലാം കൂടി ഒന്ന് നന്നായി മൂപ്പിച്ചെടുത്ത് ഒരു നുള്ളും മഞ്ഞൾപ്പൊടി കൂടി അതിലേക്ക് ചേർക്കുക. എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കിയെടുത്ത് ആ മോരിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മോര് കറി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് അതിലേക്ക് ഒരു പൊട്ടാറ്റോ ഫ്രൈ റെഡിയാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതൊന്ന് വട്ടത്തിൽ കനലില്ലാതെ അരിഞ്ഞെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു പിഞ്ച് ഗരം മസാല ഇത്രയും അതിലേക്ക് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത് ഒരു 10 മിനിറ്റ് അതിനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും ഒഴിക്കാം. കുറച്ച് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഓരോരോ പൊട്ടാറ്റോ പീസസായി പരത്തി വയ്ക്കുക. ഒരു 5 മിനിറ്റ് കുറഞ്ഞ തീയിൽ വെച്ചതിന് ശേഷം മറുവശവും അതുപോലെ തിരിച്ചിട്ട് നന്നായി ഒന്ന് മുരിച്ചെടുക്കുക. അതിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ഇരുവശവും അതുപോലെ മുരിഞ്ഞ് കിട്ടുവാൻ നമുക്ക് ആകെ ഒരു 4-5 മിനിറ്റ് നേരത്തെ ആവശ്യമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാം. നല്ലൊരു പൊട്ടാറ്റോ ഫ്രൈയും ഒരു മോര് കറിയും.